ബീഫും, മട്ടനും, കൊഞ്ചും, കണവയും അങ്ങനെ ഇഷ്ടമുള്ള പല ആഹാരങ്ങളും ഒഴിവാക്കിയിട്ട് പോലും യൂറിക് ആസിഡിന് വേണ്ടി മരുന്ന് കഴിക്കേണ്ടി വരുന്നുണ്ടോ? എങ്കില് ഈ വീഡിയോ നിങ്ങൾക്കായിട്ടുള്ളതാണ്. യൂറിക് ആസിഡിന്റെ പുറകിലുള്ള കോംപ്ലക്സ് മെറ്റബോളിക് സയൻസിനെ സിമ്പിളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരികയാണ്. ഇതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട 3 കാര്യങ്ങളേ ഉള്ളൂ. സാധാരണഗതിയിൽ യൂറിക് ആസിഡ് എവിടുന്നാണ് വരുന്നത്? നമ്മുടെ നോർമലായിട്ടുള്ള ലൈഫ് സ്റ്റൈലിൽ യൂറിക് ആസിഡ് എവിടെയൊക്കെ ഒളിഞ്ഞിരിക്കുന്നു? പിന്നെ നമുക്കിതിനെ എങ്ങനെ മാനേജ് ചെയ്യാം? കൊറോണ സമയത്ത് എനിക്ക് വന്നൊരു പേഷ്യൻ്റ് ഉണ്ട്. അന്ന് കീറ്റോ ഡയറ്റൊക്കെ വളരെ പോപ്പുലർ ആണല്ലോ. ആൾ കീറ്റോ ഡയറ്റ് തുടങ്ങി കുറച്ച് ദിവസമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് പെട്ടെന്ന് ഒരു ദിവസം രാവിലെ കാലിൻ്റെ പെരുവിരലിൽ വലിയൊരു കല്ല് വീണ കണക്കത്തൊരു വേദനയായിട്ട് ആൾ ഉറക്കത്തിൽ നിന്ന് ഞെട്ടി എണീക്കുകയാണ്. പക്ഷെ മുറിവൊന്നുമില്ല. തൊട്ടാ വേദന, നീരുമുണ്ട്. അങ്ങനെ ആശുപത്രി വന്ന് ബ്ലഡ് ടെസ്റ്റ് ഒക്കെ ചെയ്ത് നോക്കിയപ്പോഴത്തേക്കാണ് മനസ്സിലാകുന്നത് ആളിനെ യൂറിക് ആസിഡ് ബാധിച്ചിരിക്കുകയാണെന്ന്. കീറ്റോ ഡയറ്റും യൂറിക് ആസിഡും ആയിട്ടുള്ള കണക്ഷനും ഈ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. പലരും പറയുന്നുണ്ടെങ്കിൽ യൂറിക് ആസിഡ് വെറും ഒരു വേസ്റ്റ് പ്രോഡക്റ്റ് ഒന്നുമല്ല, അതിന് അതിൻ്റേതായ ചില നല്ല ഗുണങ്ങളുമുണ്ട്. ശരിയായിട്ടുള്ള തോതിലായിരിക്കണം രക്തത്തിൽ ഉണ്ടാകേണ്ടത് എന്നത് മാത്രമാണ് പ്രധാനപ്പെട്ട കാര്യം. ഫോർ എക്സാമ്പിൾ, 2 ഗുണങ്ങൾ അതിൻ്റെ പറയുകയാണെങ്കിൽ അതിനൊന്നാമത് ന്യൂറോ സ്റ്റിമുലൻറ്റ് പ്രോപ്പർട്ടിയാണ്. ന്യൂറോ സ്റ്റിമുലൻ്റ് എന്ന് വെച്ചാൽ നമ്മുടെ മൂഡിനെ ചിലപ്പോൾ പോസിറ്റീവായിട്ട് തന്നെ ഇമ്പാക്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ടെൻഡൻസി ഉണ്ട് അതിന്. പിന്നെ ആൻറ്റി ഓക്സിഡൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന ഓക്സിഡേറ്റീവ് സ്ട്രെസ്സ് കുറയ്ക്കാനും അത് സഹായിക്കും. പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയുകയാണെങ്കിൽ അത് കിഡ്നി സ്റ്റോൺസിനെ പ്രൊമോട്ട് ചെയ്യും. പിന്നെ പെയിൻഫുള്ളായിട്ടുള്ള ക്രിസ്റ്റൽസ് ജോയിൻറ്റിലുണ്ടാക്കും. ഇതാണ് നേരത്തെ പറഞ്ഞ പേഷ്യൻറ്റിലെ കാര്യം. പിന്നെ വേറെ 2 സാധനങ്ങളുണ്ട്. അത് ചിലപ്പോൾ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത 2 കാര്യങ്ങളും കൂടെ ഉണ്ട്. അതിലോട്ട് നമ്മൾ കിടക്കുന്നതാണ്. നോർമലായിട്ടുള്ള ഒരാളുടെ രക്തത്തിൽ യൂറിക് ആസിഡ് എവിടെ നിന്നാണ് വരുന്നതെന്ന് നമുക്ക് നോക്കാം. ഫുഡിനകത്ത് പ്യൂറിൻ എന്ന് പറയുന്നൊരു സാധനമുണ്ട്. ഇത് ഏറ്റവും കോമൺ ആയിട്ട് കാണുന്നത് റെഡ് മീറ്റ്, നേരത്തെ പറഞ്ഞ കക്ക, കണവ, കൊഞ്ച് ഇങ്ങനെയുള്ള ആഹാരങ്ങളിലാണ് കോമൺ ആയിട്ട് ഉള്ളത്. പിന്നെ നമ്മുടെ ഡി എൻ എയുടെ തന്നെ ഒരു ഘടകമാണ് ഈ പ്യൂറിൻ. അപ്പോൾ പ്യൂറിൻ കണ്ടൻറ്റ് കൂടുതലുള്ള ഫുഡ് പ്രോസസ്സ് ചെയ്യുകയാണെങ്കിലും നമ്മുടെ ഡി എൻ എ ഏതെങ്കിലും കാരണം കൊണ്ട് ബ്രേക്ക് ഡൗൺ ചെയ്യേണ്ടി വരികയാണെങ്കിലും അതിൽ നിന്ന് പ്യൂറിൻസ് റിലീസാവും. പ്യൂറിൻസ് റിലീസായി പ്യൂറിനെ പ്രോസസ്സ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് വരുന്ന സാധനമാണ് നമ്മുടെ യൂറിക് ആസിഡ്. യൂറിക് ആസിഡിനെ പിന്നെ നമ്മുടെ കിഡ്നി വഴി മൂത്രത്തിലൂടെ എക്സ്ക്രീറ്റ് ചെയ്ത് കളയുകയാണ് ചെയ്യുന്നത് സാധാരണഗതിയിൽ. യൂറിക് ആസിഡ് എങ്ങനെ കൂടുന്നതെന്ന് ചോദിച്ചാൽ അതിൻ്റെ ആൻസർ വളരെ സിമ്പിളാണ്. ഒന്നുകിൽ അതിൻ്റെ പ്രൊഡക്ഷൻ കൂടും, ഉൽപ്പാദനം കൂടും. അതല്ലെങ്കിൽ ഇതിൻ്റെ പുറന്തള്ളൽ കുറയും, അധികം വെളിയിൽ പോകത്തില്ല. ഇത് രണ്ടും കൂടെ ആകുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കും? രക്തത്തിൽ യൂറിക് ആസിഡ് കെട്ടി നിൽക്കും. പക്ഷേ ഇത് കൂടിക്കഴിഞ്ഞാലുള്ള സിറ്റുവേഷനാണ് കഠിനം. ഒരു പരിധിക്കപ്പുറം യൂറിക് ആസിഡ് കൂടിക്കഴിഞ്ഞാൽ ഇത് ക്രിസ്റ്റൽസ് ഫോം ചെയ്യും. മണൽത്തരി പോലെ ഉള്ള ക്രിസ്റ്റൽസ് ഫോം ചെയ്യും. എന്നിട്ട് ഇത് കൊണ്ട് ഡെപ്പോസിറ്റ് ചെയ്യുന്നത് നമ്മുടെ ജോയിൻറ്റുകൾക്കിടയിലാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നിങ്ങളുടെ മുട്ടിനകത്തും കൈവിരലിൻ്റെ ഇടയിലുമൊക്കെ കുറച്ച് മണ്ണ് വാരിയിട്ടാൽ പിന്നെ നമ്മൾ അനക്കുമ്പോൾ ഉള്ള സിറ്റുവേഷൻ ഒന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര വേദനയാണ്. ഭയങ്കര വേദന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെക്കുറിച്ച് പല പോപ്പുലറായിട്ടുള്ള കവിതകൾ വരെ ഉണ്ട്. അത്രയ്ക്ക് സഹിക്കാൻ പറ്റാത്ത വേദനയും നീർക്കെട്ടും ഇൻഫ്ലമേഷനുമാണ് വരുന്നത് ചില ആൾക്കാർക്ക്. അതെങ്ങനെയാണ് കൂടുന്നതെന്ന് അറിയണ്ടേ? എവിടെയാണ് നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതെന്ന് അറിയണ്ടേ? നോക്കാം. യൂറിക് ആസിഡിൻ്റെ പ്രൊഡക്ഷൻ കൂടുന്നതിനായിട്ട് പ്രധാനമായിട്ട് 2 കാര്യങ്ങളാണ് ഉള്ളത്. നേരത്തെ പറഞ്ഞിരുന്നു നമ്മൾ റെഡ് മീറ്റും സീ ഫുഡും ഒക്കെ. ഇതിൻ്റെ കാര്യം ഏകദേശം റെഗുലേറ്റഡ് ആണ് ഇന്ന് നമ്മുടെ ആൾക്കാരുടെ ഇടയിൽ. പലർക്കും അറിഞ്ഞൂടാത്ത കാര്യവും പല ഡോക്ടേഴ്സിന് പോലും ഇപ്പോഴും കൺഫ്യൂഷൻ ഉള്ളൊരു കാര്യം. ഇന്നത്തെ കാലത്തുള്ള യഥാർത്ഥ വില്ലൻ ഇരിക്കുന്നത് ഫ്രക്ടോസ്. ഫ്രക്ടോസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ചുറ്റുമുണ്ട്. നിങ്ങൾക്കറിയില്ല, നിങ്ങൾ കുഞ്ഞുങ്ങൾക്കോ അമ്മയ്ക്കോ പെങ്ങൾക്കോ ഒക്കെ വാങ്ങിച്ചു കൊടുക്കുന്ന സാധനങ്ങളിൽ യൂറിക് ആസിഡ് കൂട്ടാനുള്ള മറ്റൊരു സാധനം ഒളിച്ചിരിപ്പുണ്ടെന്ന്. ഡയറക്റ്റായിട്ട് യൂറിക് ആസിഡ് കഴിച്ചില്ലെങ്കിൽ പോലും ശരീരത്തിനകത്ത് ഇവൻ പോയിട്ട് ശരീരത്തിനെ കൊണ്ട് യൂറിക് ആസിഡിനെ ഉൽപ്പാദിപ്പിക്കും. ഫ്രക്ടോസ് എവിടെയാണ് ഒളിച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ നമുക്കറിയാവുന്ന ഇന്ന് നമ്മൾ പുതിയ ലൈഫ് സ്റ്റൈലിൽ കഴിക്കുന്ന പല മധുര സാധനങ്ങളിനകത്തും ഉള്ളത് ഫ്രക്ടോസാണ്. സാധാരണഗതിയിൽ ഒരാൾ ഫ്രക്ടോസ് കഴിച്ചാൽ കുഴപ്പമില്ല. എന്നാൽ യൂറിക് ആസിഡിൻ്റെ പ്രശ്നമുള്ള ഒരാൾ ഫ്രക്ടോസ് കഴിക്കുകയാണെങ്കിൽ ഭയങ്കര കുഴപ്പമാണ്. ഫ്രക്ടോസ് കഴിച്ചാൽ കുഴപ്പമില്ല എന്ന് ഞാൻ പറയുന്നത് യൂറിക് ആസിഡിൻ്റെ കണ്ടെക്സ്റ്റിലാണ്, അല്ലാണ്ട് വേറെ കാര്യങ്ങളുണ്ട്. ഫ്രക്ടോസ് എങ്ങനെയാണ് കുഴപ്പമുണ്ടാക്കുന്നതെന്ന് ചോദിച്ചാൽ ഫ്രക്ടോസ് ആദ്യം ഒരു ഷുഗർ ആണെന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ സാധാരണഗതിയിൽ നമ്മുടെ ശരീരം ഗ്ലൂക്കോസിനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് ഗ്ലൂക്കോസിൽ നിന്നാണ് എനർജി ആവശ്യമുള്ളത് ഉണ്ടാക്കുന്നത്. എന്നാൽ ഗ്ലൂക്കോസിൻ്റെ ബ്രേക്ക് ഡൗൺ, ഗ്ലൂക്കോസിൻ്റെ പ്രോസസ്സിങ്ങും കാര്യങ്ങളൊക്കെ റെഗുലേറ്റഡ് ആണ്. ഒരുപാട് വേസ്റ്റ് പ്രോഡക്ട്സോ കാര്യങ്ങളോ ഒക്കെ ഗ്ലൂക്കോസ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഇതിനെ താൽക്കാലികമായി നിർത്താനും അതിനെ പരിഹരിക്കാനുമായിട്ടുള്ള മെക്കാനിസംസ് ശരീരത്തിലുണ്ട്. ഇപ്പോൾ നമ്മൾ ഇവിടുന്ന് ഒരു തീ കാണുകയാണെങ്കിൽ നമ്മൾ വിളിച്ച് പറയില്ല, അയ്യോ നിങ്ങളുടെ വീടിൻ്റെ സൈഡിൽ എന്തോ ഒരു തീ കാണുന്നുണ്ട്, അതൊന്ന് ശ്രദ്ധിക്കണമെന്ന് തിരിച്ച് വിളിച്ച് പറയത്തില്ലേ? അതേപോലെ
ശരീരത്തിലെ ഒരു സിസ്റ്റത്തിന് വേറെ സിസ്റ്റത്തിനടുത്തോട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ടുള്ള മെക്കാനിസംസ്, ഫീഡ്ബാക്ക് മെക്കാനിസംസ് ഉണ്ട്. ഫ്രക്ടോസിൻ്റെ കാര്യത്തിൽ വളരെ കുറവാണ്. ഇല്ലാന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് എന്ത് സംഭവിക്കുമെന്ന് വെച്ചാൽ ഫ്രക്ടോസിനെ ബ്രേക്ക് ഡൗൺ ചെയ്യാനായിട്ട് സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്നത് ATP എന്ന് പറയുന്ന ഒരു എനർജി മോളിക്യൂളാണ്. ATP ഉപയോഗിച്ച് കഴിയുമ്പോഴത്തേക്ക് പിന്നെ അതിലുണ്ടാകുന്നത് ADP എന്ന് പറയുന്നൊരു സാധനമാണ്. അപ്പോൾ ഈ ADPയുടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ADP പല പ്രോസസ്സിലൂടെ പോയി പിന്നെ ഇത് ഈ സാധനമായിട്ട് മാറി ഇതിനെ പിന്നെ നമ്മുടെ ശരീരം കൺവേർട്ട് ചെയ്യുന്നത് യൂറിക് ആസിഡ് ആയിട്ടാണ്. ഈ ഫ്രക്ടോസ് ഒരുപാട് കഴിക്കുകയാണെങ്കിൽ യൂറിക് ആസിഡ് നമ്മുടെ ശരീരം തന്നെ ഉൽപ്പാദിപ്പിച്ചോളും. ഇപ്പം മനസ്സിലായോ? പലരും എന്തുകൊണ്ട് യൂറിക് ആസിഡ് കുറയ്ക്കാനായിട്ട് ബീഫും മട്ടനും ഒക്കെ ഒഴിവാക്കിയിട്ട് പോലും യൂറിക് ആസിഡിന് വേണ്ടി മരുന്ന് കഴിക്കേണ്ടി വരുന്നത് എന്താണ്? നിങ്ങൾ ഫ്രക്ടോസ് കണ്ടന്റ് ഉള്ള ഫുഡ് ഐറ്റംസ് കുറയ്ക്കുകയാണെങ്കിൽ, ഇല്ലെങ്കിൽ കട്ട് ഔട്ട് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ വളരെ അത്യാവശ്യത്തിന് നിങ്ങൾ ആഗ്രഹത്തിന് വേണ്ടി മാത്രം കഴിക്കുകയാണെങ്കിൽ വളരെ വലിയൊരു വ്യത്യാസം തന്നെ നിങ്ങൾ യൂറിക് ആസിഡ് ലെവൽസിന് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇതാണ് കഴിഞ്ഞ 20 വർഷമായിട്ട് യൂറിക് ആസിഡിന്റെ മാനേജ്മെന്റിന്റെ കാര്യത്തിൽ നമുക്ക് ലൈഫ് സ്റ്റൈൽ കാരണം വന്നിട്ടുള്ള ചേഞ്ച്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ഒരു 20 വർഷം മുന്നേ, ഒരു 2005, 2006 കാലഘട്ടങ്ങളിലൊക്കെ യൂറിക് ആസിഡ് ഉണ്ടെന്ന് കേൾക്കുന്ന ആൾക്കാരുടെ എണ്ണം വളരെ കുറവായിരുന്നു. ഇന്ന് നമ്മുടെ ചുറ്റുമുള്ള പല ആൾക്കാർക്ക് ഒരുപാട് കൂടിയിട്ടുണ്ട് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളിൽ. ഇത് നമ്മൾ ഈ കഴിഞ്ഞ 20 വർഷത്തിൽ വന്നിട്ടുള്ള ലൈഫ് സ്റ്റൈൽ ചേഞ്ചുമായിട്ടൊന്ന് കണക്ട് ചെയ്ത് നോക്കിയ ഫ്രക്ടോസും കൂടെ ആയിട്ട് ഇപ്പം മനസ്സിലായില്ലേ എന്തുകൊണ്ട് ഇത്രയും കോമൺ ആയിട്ട് ഒരുപാട് ആൾക്കാർക്ക് യൂറിക് ആസിഡിന്റെ പ്രശ്നം വരുന്നു എന്നും ബീഫ് മട്ടനും ഒക്കെ ഒഴിവാക്കിയിട്ട് പോലും യൂറിക് ആസിഡ് കൺട്രോൾ ആവുന്നുമില്ല, മരുന്നും കഴിക്കേണ്ടി വരുന്നു. മരുന്ന് കഴിക്കാണ്ട് എല്ലാ ആൾക്കാർക്കും മാനേജ് ചെയ്യാൻ പറ്റുന്നൊന്നും ഞാൻ പറയുന്നില്ല. എന്നാൽ ഒരുപാട് ആൾക്കാർക്ക് ഈ ഒരു കാര്യം ഫോക്കസ് ചെയ്താൽ മരുന്ന് ഒഴിവാക്കാൻ പറ്റും. നമ്മൾ നേരത്തെ കണ്ട പിക്ചറുമായിട്ടൊന്ന് ആലോചിച്ച് നോക്കുക. ഇതാണ് ഇപ്പോഴുള്ള ആളുടെ ശരീരത്തിൽ രക്തത്തിൽ നടക്കുന്ന കാര്യം. ഇയാൾ മീറ്റ് മാത്രമല്ല പ്രോസസ്സ് ചെയ്യേണ്ടി വരുന്നത്, വേറെ എന്തെല്ലാം എക്സ്ട്രാ സാധനങ്ങൾ പ്രോസസ്സ് ചെയ്യേണ്ടി വരുന്നുണ്ട് ഇന്നത്തെ മാറി വന്നിട്ടുള്ള ലൈഫ് സ്റ്റൈൽ കാരണം. ഇതെല്ലാം കൂടെ ആകുമ്പോഴത്തേക്ക് ഇത്രമാത്രം നിങ്ങളുടെ യൂറിക് ആസിഡ് കൂടും എന്ന് ആലോചിച്ച് നോക്കുക. ഒരു 20 വർഷം മുന്നേ ഉള്ള ഒരാളിനെ കമ്പയർ ചെയ്യുമ്പോൾ ഇതെല്ലാം കൂടെ നമ്മളെ കിഡ്നി പ്രോസസ്സ് ചെയ്ത് വെളിയിൽ കളയണമെന്ന് പറഞ്ഞാൽ ഇപ്പം മനുഷ്യൻ്റെ കിഡ്നിയാണ് മനുഷ്യൻ്റെ ശരീരത്തിൽ ഇരിക്കുന്നത്. അതിനൊരു കപ്പാസിറ്റി ഇല്ലേ? നമ്മുടെ കപ്പാസിറ്റി അനുസരിച്ചല്ലേ നമുക്ക് പ്രോസസ്സ് ചെയ്യാൻ പറ്റൂ. അപ്പോൾ ഇന്നത്തെ കാലത്ത് ഒരുമാതിരിപ്പെട്ട ഏത് ലൈഫ് സ്റ്റൈൽ ഡിസീസ് എടുത്ത് നോക്കിയാലും അതിൽ മിക്കതും ഫൈനലി ചെന്നെത്തുന്നത് ഷുഗർ മെറ്റബോളിസം റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഡിസോർഡറിലാണ്. മരുന്നുകൾ ഇല്ലാണ്ടോ മരുന്നുകൾ മിനിമൈസ് ചെയ്തുകൊണ്ടോ ലൈഫ് സ്റ്റൈൽ ഡിസീസസ് മാനേജ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ നമ്മൾ അങ്ങനത്തെ ഒരു സർവീസ് ഗ്ലൂക്കോ കെയർ ഷുഗർ ക്ലിനിക്കിൽ ചെയ്യുന്നുണ്ട്. ഡയബറ്റീസ് ഒക്കെ 6 മുതൽ 9 മാസത്തെ ട്രീറ്റ്മെൻറ്റിലൂടെ ഏർലി സ്റ്റേജിലുള്ള ആൾക്കാർക്ക് കംപ്ലീറ്റ് ആയിട്ട് മാറുന്നുണ്ട്. കംപ്ലീറ്റ് ആയിട്ട്. ഇത് ഒരു മെറ്റബോളിക് കറക്ഷനിലൂടെയാണ് ചെയ്യുന്നത്. പലരും ചോദിക്കുന്നുണ്ട് മരുന്ന് വേണ്ടേന്ന്. മരുന്ന് വേണ്ട. നിങ്ങളുടെ മെറ്റബോളിസത്തിലാണ് പ്രശ്നമെങ്കിൽ നിങ്ങളുടെ മെറ്റബോളിസം കറക്റ്റ് ചെയ്താൽ മതി. മെറ്റബോളിസം ഫിക്സ് ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ മാത്രമേ മരുന്ന് കഴിക്കേണ്ട കാര്യമുള്ളൂ. നിങ്ങൾ ഓർഗൻസ് ഇപ്പോഴും ഫങ്ഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ, ഓർഗൻ കംപ്ലീറ്റ് ആയിട്ട് ഡാമേജ് ആയിട്ടില്ലെങ്കിൽ മരുന്ന് ആവശ്യമില്ല. നമ്മുടെ ഗ്ലൂക്കോ കെയറിൽ മെറ്റബോളിക് കറക്ഷനിലൂടെ ഇൻഫെർട്ടിലിറ്റി, ഇറക്ടൈൽ ഡിസ്ഫങ്ഷനും വരെ, ആണുങ്ങൾക്കുള്ള ഉദ്ധാരണത്തിനുള്ള പ്രശ്നങ്ങൾ വരെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റാറുണ്ട്. ഇവിടെയും വില്ലനാകുന്നത് ഇന്നത്തെ കാലത്ത് ഷുഗർ മെറ്റബോളിസമാണ്. ഗ്ലൂക്കോസോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഫോം ഓഫ് ഷുഗർ മെറ്റബോളിസമാണ്. പിന്നെ തിരിച്ച് ഇതിലോട്ട് വരുമ്പോഴത്തേക്ക് ഇങ്ങനെ യൂറിക് ആസിഡ് കൂടുമ്പോഴത്തേക്ക് അവിടെ വളരെ വലിയൊരു ട്വിസ്റ്റ് ഉണ്ട്. ഇതൊരു ജോയിൻറ്റിനെ മാത്രം ബാധിക്കുന്ന പ്രശ്നമാണെന്ന് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ തെറ്റി. യൂറിക് ആസിഡ് ഇൻഫ്ലമേഷൻ ശരീരത്തിൽ കൂട്ടും. ഇൻഫ്ലമേഷൻ എന്ന് പറഞ്ഞാൽ നീർക്കെട്ട്. നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട് നീർക്കെട്ട് കൂടുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാകും. ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാകുമ്പോഴത്തേക്ക് ഇൻസുലിൻ റെസിസ്റ്റൻസ് റിലേറ്റഡ് ആയിട്ടുള്ള പല പല അസുഖങ്ങൾ വരും. ടൈപ്പ് 2 ഡയബറ്റിസ്, PCOD, സ്ത്രീകൾക്ക് ഹാർട്ട് ഡിസീസ്, ഫാറ്റി ലിവർ, ആണുങ്ങൾക്ക് ഉദ്ധാരണത്തിനുള്ള ബുദ്ധിമുട്ട്, അങ്ങനെ പല പല അസുഖങ്ങൾ, ജീവിതശൈലി രോഗങ്ങളുടെ ഒരു അറേ തന്നെ നിങ്ങൾക്ക് വരാൻ സാധ്യതയുണ്ട്. ഇത് പലരിലും ഒരു ലക്ഷണം കാണാൻ ചിലപ്പോൾ ഒരു വയറിലൊരു അമിതവണ്ണം മാത്രമേ കാണത്തുള്ളൂ. എന്നാൽ നിങ്ങൾക്ക് യൂറിക് ആസിഡ് ഉണ്ട്, വയറ്റിൽ വണ്ണമുണ്ട്, കഴുത്തിൽ കറുപ്പുണ്ട്, ഇങ്ങനെ പല പല സാധനങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മെറ്റബോളിസത്തിനെ ഈ പറയുന്ന സാധനങ്ങളൊക്കെ ബാധിച്ചു തുടങ്ങിയിട്ടുണ്ടെന്ന് തന്നെ വേണം മനസ്സിലാക്കേണ്ടത്. ഒരു ഇച്ചിരി വയറ് മാത്രമേ ഉള്ളൂ, വേറെ ഒരു കാര്യമില്ലെങ്കിൽ ഓക്കെ, പിന്നെയും കുഴപ്പമില്ല. പക്ഷേ അത് ഫാറ്റി ലിവർ ഉണ്ടോ, ലിവറിനെ ബാധിച്ചിട്ടുണ്ടോ, ഈ കാര്യങ്ങളും കൂടെ ഉറപ്പ് വരുത്തണം. ഇത് പറയുന്ന എല്ലാം ഒരുപാട് ടെസ്റ്റ് ചെയ്ത് പേടിക്കാൻ വേണ്ടിയിട്ടല്ല. മുമ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രിവെൻറ്റീവ് കെയർ അവൈലബിൾ അല്ലായിരുന്നു. അസുഖങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയുള്ളൊരു കെയർ അവൈലബിൾ അല്ലായിരുന്നു. അസുഖങ്ങൾ വന്നതിന് ശേഷം വന്ന അസുഖത്തിനെ ചികിത്സിക്കുകയും അല്ലെങ്കിൽ അതിൻ്റെ കോംപ്ലിക്കേഷനിലോട്ട് പോകാതിരിക്കാൻ വേണ്ടി ഉള്ള ചികിത്സയും മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ഇന്ന് പ്രിവെൻറ്റീവ് കെയറിൻ്റെ കാലമാണ്. നിങ്ങൾക്ക് അസുഖങ്ങൾ വരാതെ നോക്കണമെങ്കിൽ ഇതൊക്കെയാണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ. യൂറിക് ആസിഡ് ഇൻഫ്ലമേഷൻ കൂട്ടും. ഇൻഫ്ലമേഷൻ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാക്കും. ഇൻസുലിൻ റെസിസ്റ്റൻസ് മെറ്റബോളിക് ഡിസീസസിൻ്റെ കംപ്ലീറ്റ് അറേ തന്നെ ഉണ്ടാക്കും. ഈ ഒരു കാര്യം പരീക്ഷിക്കാനായിട്ട് ഒരു റിസർച്ച് നടത്തിയിട്ടുണ്ടായിരുന്നു. ആ റിസർച്ചിൽ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് സെൽസിനെ
3 തരത്തിലായിട്ട് കൾച്ചർ ചെയ്ത്. 3 തരത്തിലായിട്ട് കൾച്ചർ ചെയ്തതിൽ ആദ്യത്തതിൽ യൂറിക് ആസിഡ് മാത്രം ആഡ് ചെയ്ത്. യൂറിക് ആസിഡ് ആഡ് ചെയ്തപ്പോഴത്തേക്ക് അതിലെന്ത് സംഭവിച്ചു? ആ സെൽസിനൊക്കെ ഇൻസുലിൻ റെസിസ്റ്റൻസ് സംഭവിച്ചു. രണ്ടാമത്തേനകത്ത് യൂറിക് ആസിഡ് ആഡ് ചെയ്ത് അതിൻ്റെ കൂട്ടത്തിൽ ഇൻഫ്ലമേഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള മരുന്നുകൾ കൂടെ ആഡ് ചെയ്തു. ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറഞ്ഞു. മൂന്നാമത്തെ ഒരു സ്റ്റെപ്പിൽ ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു സാധനം കൂടെ ആഡ് ചെയ്ത്. യൂറിക് ആസിഡ് ആഡ് ചെയ്ത് മരുന്നുകൾ ആഡ് ചെയ്ത് അതിൻ്റെ കൂട്ടത്തിൽ ഇൻസുലിൻ റെസിസ്റ്റൻസിനെ സ്ട്രോങ് ആയിട്ട് തടയാൻ വേണ്ടിയിട്ടുള്ള സെറമൈഡ് പ്രൊഡക്ഷൻ ഇൻഹിബിറ്റർ എന്ന് പറയുന്ന സാധനം കൂടെ ആഡ് ചെയ്ത്. അതും കൂടെ ആഡ് ചെയ്തപ്പോഴത്തേക്ക് ഇൻസുലിൻ റെസിസ്റ്റൻസ് കംപ്ലീറ്റ്ലി കുറഞ്ഞു എന്ന് മാത്രമല്ല ഇൻസുലിൻ സെൻസിറ്റിവിറ്റി തന്നെ കൂടി. ഇറ്റ്സ് പ്രൂവൺ. യൂറിക് ആസിഡ് കൂടിയാൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാകുമെന്നും ഇൻസുലിൻ റെസിസ്റ്റൻസ് കാരണമുള്ള അസുഖങ്ങളും എല്ലാം കൂടുമെന്നുള്ള കാര്യം സയൻറ്റിഫിക്കലി പ്രൂവൺ ആണ്. ഇതിനെയൊക്കെ കുറച്ച് ആർട്ടിക്കിൾസും പേപ്പേഴ്സും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ടാവും. ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്നുള്ളവരോ ഡോക്ടേഴ്സോ അത് കാണുന്നതിൻ്റെ ഇടയിൽ ഉണ്ടെങ്കിൽ യു ക്യാൻ ഗോ ആൻഡ് റീഡ് ദാറ്റ് ഫോർ ഫർദർ നോളജ് or reach out to us. Uric acid is no more a joint problem. It's a serious warning sign for future metabolic dysfunction. യൂറിക് ആസിഡ് സാധാരണ എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്നും യൂറിക് ആസിഡ് കൊണ്ടുള്ള ഗുണങ്ങളും ദോഷങ്ങളും ഒക്കെ നമ്മൾ പഠിച്ചു. ഇനി ഇവനെ എങ്ങനെ നമുക്ക് കൺട്രോൾ ചെയ്യാം എന്നറിയണ്ടേ? അതിന് മുന്നേ നമുക്ക് കാണിക്കാണ്ട് ഒളിപ്പിച്ച ഒരു സാധനമുണ്ട്, പിന്നെ കാണിച്ചിടാന്ന് പറഞ്ഞത്. അതാണ് നമ്മളിപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ. യൂറിക് ആസിഡും മെറ്റബോളിക് റിസ്ക്കും കാർഡിയോവാസ്കുലർ റിസ്ക്കും ഒക്കെ ആയിട്ടുള്ള കണക്ഷൻ ഇപ്പോൾ വളരെയധികം സ്ട്രോങ് ആയിട്ട് സയൻറ്റിഫിക്കലി പ്രൂവൺ ആണ്. പ്രിവെൻറ്റീവ് കെയർ ഇല്ലെങ്കിൽ അസുഖങ്ങൾ വരുന്നതിന് മുന്നേ എങ്ങനെ മാനേജ് ചെയ്യണമെന്ന് അറിയണമെങ്കിൽ ഈ ചാനൽ ഫോളോ ചെയ്യുക. ഇതിനകത്ത് ഇഷ്ടം പോലെ വീഡിയോസ് ഇനി വരുന്നതായിരിക്കും. നമ്മളെ കംപ്ലീറ്റ് ഫോക്കസ് അതിലാണ്. യൂറിക് ആസിഡ് എങ്ങനെ നിയന്ത്രിക്കാം? സിമ്പിൾ. പ്യൂരിൻ കണ്ടൻറ്റുള്ള ഫുഡ് കുറയ്ക്കുക. ഫ്രക്ടോസ് ഇപ്പോഴത്തെ കാലത്തുള്ള ഏറ്റവും വലിയ വില്ലൻ. കുട്ടികൾക്ക് വരെ കൊടുക്കുന്നുണ്ട്, എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. ഫ്രക്ടോസിനെ കുറയ്ക്കുക. ഡയബറ്റീസ് ഉള്ള ആൾക്കാരാണെങ്കിൽ മരുന്ന് മാത്രം എടുത്തിട്ടിരിക്കാണ്ട് മെറ്റബോളിക് കറക്ഷൻ ചെയ്യുന്ന ഡോക്ടേഴ്സിനെയോ ക്ലിനിക്കിനെയോ മീറ്റ് ചെയ്ത് നിങ്ങളുടെ ഇൻസുലിൻ സെൻസിറ്റിവിറ്റിയുടെ പരമാവധി കറക്റ്റ് ചെയ്യുക. പിന്നെ വെള്ളം ധാരാളം കുടിക്കുക. ഇതിലൊന്നും വർക്കാവാത്ത ആൾക്കാർക്ക് മരുന്നും കൂടെ അത്യാവശ്യം കഴിക്കുക. ഇതെല്ലാം ഒരു ജനറൽ അവയർനെസ്സിന് വേണ്ടിയാണ്. ഇന്ന് മരുന്ന് കഴിക്കുന്ന പല ആൾക്കാർക്കും മരുന്നില്ലാണ്ട് തന്നെ യൂറിക് ആസിഡ് കൺട്രോൾ ചെയ്യാൻ പറ്റും, ഫ്രക്ടോസിനെ ഒഴിവാക്കുകയാണെങ്കിൽ. ഇതൊക്കെ പറയുമ്പോഴും നിങ്ങൾക്ക് പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള കെയർ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ഡോക്ടറിനെ കണ്ട് തീരുമാനിക്കുക. കഴിഞ്ഞ നൂറ്റാണ്ടിൽ നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇൻഫെക്ഷ്യസ് ഡിസീസസ് ആയിരുന്നു. ചെറിയ പനികൾ വന്ന്, ഇല്ലെങ്കിൽ യുദ്ധത്തിനൊക്കെ പോകുന്ന ആൾക്കാർ കുഞ്ഞു മുറിവുകൾ വന്നിട്ട് അത് പഴുത്ത് പ്രശ്നമായിട്ട് അങ്ങനെയൊക്കെ ഒരുപാട് ആൾക്കാരെ നമുക്ക് നഷ്ടപ്പെട്ടിരുന്നു. വലിയ വലിയ പകർച്ചപ്പനികൾ. എന്നാൽ ഇന്ന് നമ്മുടെ പ്രശ്നം, നമ്മളെ ഭയപ്പെടുത്തുന്ന പ്രശ്നങ്ങൾ ഇതൊന്നുമല്ല. പനി വന്ന് മരിക്കുന്ന ആൾക്കാർ അപൂർവമാണ്. ഇല്ലെങ്കിൽ കോവിഡ് പോലത്തുള്ള സാധനങ്ങൾ വരണം. നമ്മളെല്ലാവരെയും ബാധിക്കുന്നതും ഭയപ്പെടുത്തുന്നതും ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ആണ്. ജീവിതശൈലി രോഗങ്ങൾ, പ്രമേഹം, ഹാർട്ടിന് അസുഖം, സ്ട്രോക്ക്, പല ഫോംസ് ഓഫ് ക്യാൻസർ, ഇതെല്ലാം മാറി വന്നിട്ടുള്ള നമ്മുടെ ലൈഫ് സ്റ്റൈൽ കാരണമാണ്. പല ലൈഫ് സ്റ്റൈൽ ഡിസീസസും ഒരു മെറ്റബോളിക് കറക്ഷനിലൂടെ ശരിയാക്കാൻ പറ്റും. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര മോശമായിട്ടുള്ള ജീനാണ്, സീരിയസ് ആയിട്ടുള്ള മെറ്റബോളിക് ഡിസീസ് വരുമെന്നുള്ള ഒരാളാണെങ്കിൽ മിനിമം നിങ്ങൾക്ക് 10, 15, 20 വർഷത്തേക്ക് പോലും ചിലപ്പോൾ ഈ അസുഖത്തെ തെള്ളി നീക്കി വെക്കാൻ പറ്റുമെന്ന് റിസർച്ചേഴ്സ് ഇന്ന് കാണിച്ചു തരുന്നുണ്ട്. നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ഒരു മെറ്റബോളിക് കെയർ ക്ലിനിക്കിൽ മീറ്റ് ചെയ്യുക, മെറ്റബോളിക് കെയർ ഫിസിഷ്യൻസിനെ കാണുക, നിങ്ങളെ മെറ്റബോളിക് കറക്ഷൻസ് ചെയ്യുക. ഡയബറ്റീസിനും മറ്റ് പല ജീവിതശൈലി രോഗങ്ങൾക്കും ഗ്ലൂക്കോ കെയറിലെ സൊല്യൂഷൻ അവൈലബിൾ ആണ്. 9 സ്പെഷ്യലിസ്റ്റ് ഡോക്ടേഴ്സാണ് ഇവിടെ ഉള്ള. മെറ്റബോളിക് കെയറിൻ്റെ എല്ലാ സബ് സ്പെഷ്യാലിറ്റിയും ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് റിസർച്ച് ടീം, UK എന്നുള്ള ഡയറ്ററ്റിക്സ് ടീം, ഇതെല്ലാം കൂടി ചേർന്നിട്ടുള്ള ഒരു കോംപ്രിഹെൻസീവ് ടീം ഗ്ലൂക്കോ കെയറിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്കോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ വേണ്ടപ്പെട്ടവർക്കോ ഞങ്ങളുടെ സർവീസ് ആവശ്യം വരികയാണെങ്കിൽ കോൺടാക്ട് ചെയ്യുക. വി ആർ ഓൾവേസ് ഹിയർ ടു ഹെൽപ്പ് യു. മരുന്നുകൾ മിനിമൈസ് ചെയ്തുകൊണ്ടുള്ളൊരു സമൂഹത്തെ ബിൽഡ് ചെയ്യാൻ നോക്കാം. താങ്ക് യു. ദിസ് ഇസ് ഡോക്ടർ കണ്ണൻ, ക്ലിനിക്കൽ റിസർച്ചർ ആൻഡ് മെറ്റബോളമിസ്റ്റ്. സീ യു വിത്ത് അനദർ പ്രിവെന്റീവ് വീഡിയോ.